നമസ്കാരം. ഇതിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ പേര് അറിയാമെന്ന് അറിയില്ല, പക്ഷേ എന്നാലും ഞാൻ പറയാം. എൻ്റെ പേര് ഗൗതം ശങ്കർ, കേരളത്തിൽ ട്രിവാൻഡ്രത്തു നിന്നാണ്. ഇപ്പം ചൈന 3 കോർജസ് യൂണിവേഴ്സിറ്റി പഠിക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ഒരു കാരണവും കൂടെ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2015 ബാച്ചാണ് ഇവിടെ ചൈന 3 കോർജസ് യൂണിവേഴ്സിറ്റിയുടെ. അപ്പം അപ്പോഴോട്ട് ഞാൻ ഇവിടെ ആദ്യത്തെ ഒരു വർഷം നോർമലായിട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഏഷ്യൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കേരളത്തിലുള്ള റൺ ബൈ ഡോക്ടർ നിയാസ് മുഹമ്മദ് ആൻഡ് അതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഡോക്ടർ ദീപക് നായർ. അപ്പം ഇവരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർ വഴിയാണ് ചൈനയിൽ വന്നത്. വരുന്ന സമയത്ത് 10 lakh റുപ്പീസ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മളിവിടെ വന്ന് അവർ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു. അത് നമ്മൾ പൈസ കൊടുത്തു, ആ പൈസയ്ക്കുള്ള കൂലി അവർ ചെയ്യുകയും ചെയ്തു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിവിടെ എല്ലാ കാര്യവും നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതുവരെ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ക്ലാസ് മോണിറ്ററായതിനു ശേഷം പിന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടായി. പിന്നെ ഈ മോണിറ്റേഴ്സിന് ഇവർക്ക് പൊതുവേ ഇഷ്ടമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സഹായം ചെയ്യാനോ ഇല്ലെങ്കിൽ അവരുടെ ഇത് ചെയ്യാനോ AECക്ക് അവർക്ക് ഒത്താശയായിട്ട് നിൽക്കണം. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം നമ്മൾ ബാക്കി എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ദ്രോഹിക്കരുത്, എല്ലാവരെയും സഹായിക്കണം. അത്രേ എന്നെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു രീതിക്കാണ് ഇവിടെ വന്ന് ഇത്രയും നാൾ നിന്ന് പോയത്. അപ്പം ഈ കോവിഡ് സമയത്ത് ഞാൻ കോവിഡിന് മുന്നേ വെക്കേഷന് നാട്ടിൽ പോയതാണ്. നാട്ടിൽ പെട്ടുപോയി. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം 2022 ഡിസംബറിൽ ഇങ്ങോട്ട് വന്നു, ചൈനയിൽ തിരിച്ച് വന്നതിന് ശേഷം ക്വാറൻറ്റൈൻ ചെയ്തിട്ടാണ് വന്നത്. ഈ AECയിൽ എല്ലാവരും നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരാരും നമുക്ക് ഒരു റിലയബിൾ ആയിട്ടുള്ള ആൻസറോ ഒരു പ്രോപ്പർ ഹെൽപ്പോ ഒന്നും ചെയ്തിട്ടില്ല. ഇവർ നാളെ നമ്മൾ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യണമുണ്ട് എന്ന് പറഞ്ഞതല്ലാതെ ഇവരൊന്നും ചെയ്തു തന്നിട്ടില്ല നമുക്കിതുവരെയും. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് ഇങ്ങോട്ട് ചൈനയിൽ കയറി വന്നു, ക്വാറൻറ്റൈൻ ചെയ്തു. ഫ്ലൈറ്റിന് അന്ന് ഏകദേശം ഒരു 1 lakh റുപ്പീസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ചൈനയിൽ വന്ന് 14 days ക്വാറൻറ്റൈനും ഉണ്ടായിരുന്നു. അപ്പം ഇതിനെല്ലാം കൂടെ എനിക്ക് ഏകദേശം നല്ലൊരു ക്വാറൻറ്റൈൻ മാത്രം, ചൈനയ്ക്ക് വരാനും ക്വാറൻറ്റൈൻ മാത്രം ഏകദേശം ഒരു 2 lakh അടുപ്പിച്ച് എക്സ്പെൻസായി. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു, യൂണിവേഴ്സിറ്റി വന്നു, നമ്മൾ ഇൻറ്റേൺഷിപ്പ് ബഹളം വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വന്നതിന് ശേഷം ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പണ്ട് യൂണിവേഴ്സിറ്റി മോണിറ്ററായിരുന്നു. അതുപോലെ തന്നെ പണ്ട് ഇവിടെ ഓഫീസിൽ ടീച്ചേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റുഡൻസ് അഫയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഇതിൽ ഞാൻ ഇവിടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ് ഇനി ഒരുപാട് നാട്ടിലുണ്ട്, അവർക്ക് വരണമെന്ന് പറഞ്ഞു. ഓഫീസിൽ അവർ പറഞ്ഞു എങ്കിൽ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് എല്ലാവരുടെയും ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റി തരുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നതും സ്റ്റുഡൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുന്നതും. അപ്പം ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇൻറ്റേൺഷിപ്പ് സീറ്റ്സ് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെ ഇൻറ്റേൺഷിപ്പ് സീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് സീറ്റ്സ് അനുസരിച്ചിട്ടാണ് ഇവരെ ലിസ്റ്റ് പുറത്തേക്ക് വിടുന്നത്. അപ്പം ഇവർ യൂണിവേഴ്സിറ്റി തരുന്ന ലിസ്റ്റ് അനുസരിച്ച് സ്റ്റുഡൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ കളക്ട് ചെയ്യും, ഞാൻ അത് പ്രോസസ്സ് ചെയ്യും. അപ്പം ഇപ്പം നമുക്കിവിടെ 3 ഹോസ്പിറ്റലുണ്ട്, ചോങ്ഷിൻ, റൻഹെ, റെൻമിൻ. ഇത് 3ആണ് നമ്മളിവിടുത്തെ മെയിൻ ഹോസ്പിറ്റൽ. അപ്പം ആദ്യം ഞാൻ കയറിയ റൻഹെ ഹോസ്പിറ്റലാണ്. അപ്പോൾ റൻഹെ ഹോസ്പിറ്റൽ ബാച്ച് ഫില്ലായി. അതിനുശേഷം ചോങ്ഷനിൽ അവർ വേക്കൻസി വന്നു. ചോങ്ഷനിലെ ബാച്ചും സത്യം പറഞ്ഞാൽ ഫില്ലായി. അത് കഴിഞ്ഞ് റെൻമിനിലെ വേക്കൻസിയും ഫില്ലായി. അത് കഴിഞ്ഞ് 2011 to 2013 ബാച്ച്, കാര്യം അവർ ആൾറെഡി 10 years+ ആണ്. പക്ഷേ അവർക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി, അവർക്ക് ഡിഗ്രി കിട്ടാൻ വേണ്ടി യൂണിവേഴ്സിറ്റി അവരെ ഹെൽപ്പ് ചെയ്തത്. അവർക്ക് RUAN എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റൽ അവർക്ക് പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി സംസാരിച്ച് റെഡിയാക്കി കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്തത് ഞാനാണ്. അപ്പം ഇവിടെ യൂണിവേഴ്സിറ്റി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. അതിന് എനിക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 1500 yuan ആണ്. അപ്പം പക്ഷേ ഇവിടെ ഇവർ പറഞ്ഞുകൊണ്ട് കിടക്കണേ എനിക്ക് 5000 6000 ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ്. പക്ഷേ 1500 yuan കിട്ടുന്നുള്ളൂ. പക്ഷേ നമുക്ക് വർക്ക് ലോഡ് ഒരുപാടുണ്ട്. അപ്പം പക്ഷേ എന്നിട്ടും നമ്മൾ ഇവിടെ ഈ ഓഫീസിൽ കിടന്ന് ഇത്രയും വർക്ക് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ആ ഒരു നന്ദി ഇല്ലെങ്കിൽ പോലും എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ അവരുടെ അച്ഛനമ്മമാർ അവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരിങ്ങോട്ട് ചൈനയിലേക്ക് വിടുന്നത്. അപ്പോൾ നമുക്ക് ആ കഷ്ടപ്പാട് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമുക്ക് എത്ര സ്ട്രെസ് എടുത്തിട്ടായാലും. ഞാൻ ഇവിടെ രാവിലെ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം ഓഫീസിൽ പോകും.
അപ്പോൾ നമ്മളിവിടെ ഒ ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒ ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓഫീസിൽ പോയിരുന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് ചിലപ്പം തിരിച്ച് പറഞ്ഞ വഴിയിലായിരിക്കും ഡോക്ടർ വിളിക്കുന്നത്, നൈറ്റ് ഒരു എമർജൻസി ഒ ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒ ടി പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നൈറ്റ് വന്ന് ഉറങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത ദിവസം രാവിലെയും പിന്നെയും ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പിന് പോകും. അപ്പം നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ ഇടയിലാണ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഓവർ സ്ട്രെസ്സും സ്ട്രെയിനും ഈ ഉറക്കമില്ലാതെയും ഒക്കെ വന്നതിന് ശേഷം അത് കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. ചെസ്റ്റ് പെയിൻ ഉണ്ടായി. അത് കഴിഞ്ഞ് എനിക്കിവർ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു, 24 hour ഹോൾട്ടർ മോണിറ്ററിങ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ എല്ലാ ഘട്ടവും ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഓരോ കാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇവിടെ ആർക്കും ഒരു ദ്രോഹമല്ല ചെയ്യണേ. ഇവിടെ എല്ലാ സ്റ്റുഡൻസിനും ചൈനയിലേക്ക് വരാനും അവർക്ക് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും അവർ നാട്ടിൽ നിന്ന് NOC പ്രിപ്പയർ ചെയ്യുന്നത്, അവരുടെ JW പ്രിപ്പയർ ചെയ്യണം. എല്ലാം യൂണിവേഴ്സിറ്റി ഞാൻ ഇവിടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യം പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ AEC ഏഷ്യൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി കേരളത്തിലുള്ള ഡോക്ടർ നിയാസ് മുഹമ്മദ് പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പാരൻസിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ടു, ഗൗതമാണ് നിങ്ങളുടെ മക്കൾ അവിടെ തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഓരോന്നും ചെയ്യുന്നത് എന്ന് അവരിങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ കേട്ടു. അപ്പം ഞാൻ പുള്ളിക്കാരനെ ഡയറക്റ്റ് വിളിച്ചു ചോദിച്ചു, സാർ എന്നെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ കേട്ടു, ശരിയാണോ തെറ്റാണോ? പുള്ളിക്കാരൻ പറഞ്ഞു, ഗൗതം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗൗതത്തിൻ്റെ അടുത്ത് നേരിട്ട് പറയും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ AECയുടെ മാനേജിങ് ഡയറക്ടറായ ഡോക്ടർ നിയാസ് മുഹമ്മദ് സാറല്ല, നിങ്ങളുടെ പേര് മറന്നുപോയല്ലോ, ഡോക്ടർ ദീപക് നായരും പിന്നെ AECയുടെ ഒരു ശിങ്കിടിയുണ്ട്. നമ്മളിവിടെ യൂണിവേഴ്സിറ്റി തന്നെയുള്ള 2013 ബാച്ചിലെ അനന്തുരാജ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്, AECയുടെ ഒരു ശിങ്കിടിയാണ്. പുള്ളിക്കാരനും കൂടെ മനിഞ്ഞാന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ വൈസ് ഡീനെ കാണാൻ വന്നു. വൈസ് ഡീനെ കാണാൻ വന്നിട്ട് പുള്ളിക്കാരി അവിടെ ഇല്ലായിരുന്നു. അത് കാരണം ഇന്നലെ പിന്നെയും വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് പോയി, ഇവരെപ്പം വന്നാൽ കാണാൻ പറ്റും? എൻ്റെ സുപ്പീരിയറായ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞു രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിങ്കിടി അനന്തു എൻ്റെ അടുത്ത് ചോദിച്ചു എപ്പം വന്നാൽ കാണാൻ പറ്റും? ഞാൻ പറഞ്ഞു ഒരു 8:30-9 മണിയാകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളറിയുന്നില്ല, നമ്മൾ വിചാരിച്ചു സ്റ്റുഡൻസിനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം ഇവരിങ്ങനെ ഇവിടെ വന്നു. ഇന്നലെ വന്നിട്ട് ഓഫീസിൽ പോയി എന്നെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞാൻ അവരുടെ AECക്കെതിരെ എന്തോ പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ. എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറയാം, അല്ലാതെ ഇവരെ പോലെ പാരൻസിനെ വിളിച്ചിട്ട് കുറ്റം പറയല്ല. ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ലതെന്തൊക്കെ പറഞ്ഞൊരു സ്വഭാവം കാണിച്ചു. ഇവർ എന്നെപ്പറ്റി കുറ്റം പറഞ്ഞതെന്ന് പറയുമ്പോൾ ഞാൻ ഇവരെ വിളിച്ചു ചോദിച്ചു, എന്താ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞതെന്ന്. ഇപ്പം ഞാൻ അവരെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ വിളിച്ചു ചോദിക്കാം, ഗൗതം ഇങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ കേട്ടു, ശരിയാണോ തെറ്റാണോ? സിമ്പിൾ. ഇതിന് പകരം ഒരുമാതിരി പിള്ളേരെ പോലെ അവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്തു. ഇതിന് പുറമെ ജനുവരി 11 ഉച്ചയ്ക്ക് ഡോക്ടർ നിയാസ് സാറും ഡോക്ടർ ദീപക് സാറും പിന്നെ AECയുടെ ശിങ്കിടി അനന്തും നമ്മളിവിടുത്തെ ഒരു നേപ്പാളി റെസ്റ്റോറൻറ്റിൽ എന്നെ ഫുഡിന് വിളിച്ചു. അപ്പോൾ നമ്മൾ പോയി. കാര്യം സാറിന് എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞു, ഇവിടുത്തെ പിള്ളേരുടെ കാര്യമൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോയി. അവിടെ പോയിട്ട് ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ സാറ് തമാശ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗൗതം ഇപ്പോൾ എനിക്ക് ഗൗതത്തിൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും വിരോധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് ഗൗതത്തിന് ഒരു കള്ളക്കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ വല്ല ഗുണ്ടകളെ വെച്ചിടിപ്പിക്കുകയോ കാർ ഇടിപ്പിക്കുകയോ വല്ല ആക്സിഡൻറ്റ് ഉണ്ടാക്കിയോ എന്ത് വേണോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം സാറ് അങ്ങനെ പറഞ്ഞു. ഞാൻ അത് തമാശയായിട്ട് എടുത്ത് ഇതുവഴി കേട്ട് ഇതുവഴി കളഞ്ഞു. ഞാൻ എത്ര ചെയ്തോളൂ. അപ്പം ഇവർ സാർ എൻ്റെ അടുത്ത് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നമ്മളത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നലെ വന്ന് ഇവിടെ ഇത് പറഞ്ഞു. ഇതിന് മുന്നിലത്തെ ദിവസം ഒരു ഡോക്ടർ ദീപക് നായർ ഇതിന് മുന്നിലത്തെ ദിവസം ഇവിടെ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓഫീസിൽ വന്ന് എൻ്റെ അടുത്തൊന്ന് ചെറുപ്പിച്ച് നോക്കിയിട്ട് അങ്ങ് പോയി. നമ്മൾ വിചാരിക്കും ഓക്കെ, നമ്മൾ സാർ എന്ന രീതിയിൽ നമ്മൾ ഇരിക്കുന്ന കസേരയിൽ ഞാൻ എണീറ്റു, റെസ്പെക്റ്റ് ചെയ്തു. പക്ഷേ പുള്ളിക്കാരൻ നമ്മളെ ഒരുമാതിരി ഈഗോ എന്താണെന്ന് നമുക്കറിയില്ല എന്ന് നോക്കി. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ AECയുടെ വകയും ഈ AECയുടെ ഡോക്ടർ നിയാസ് സാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ AECയുടെ വകയും ഈ അനന്തുരാജിൻ്റെ വകയും എനിക്ക് ലൈഫ് ത്രെട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്നത്. കാര്യം ഇന്നലെ അവരിവിടെ വന്നിട്ട് എന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ശ്രമിക്കുമായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ ഇവിടെ കിടന്ന് ഈ സ്റ്റുഡൻസിനെയും പാരൻസിനെയും ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് ജനുവരി 11 ദീപക് സാർ, നിയാസ് സാറും ദീപക് സാർക്ക് എന്നെ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഏജൻസി റൺ ചെയ്യുന്നത് ഒരു ചാരിറ്റി വർക്കല്ല, ഞാൻ പൈസ വാങ്ങും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏജൻസി ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. 2003 തൊട്ടോ എന്തോ യൂണിവേഴ്സിറ്റിയായിട്ടുള്ള ബന്ധമാണ്. അപ്പം ഞാൻ ഈ യൂണിവേഴ്സിറ്റി റൺ ചെയ്യുന്നത് ഈ ചാരിറ്റി, ഞാൻ ഈ ഒരു ഏജൻസി AEC എന്ന ഏജൻസി റൺ ചെയ്യുന്നത് ചാരിറ്റി വർക്കിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഞാൻ പൈസ വാങ്ങും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെൻ്റെ ജോലിയാണ്. അപ്പം നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ഒരു വേലക്കാരനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ തിരിച്ചിട്ട് ഇവർ ഒരുമാതിരി ചൊറിയോ കടിക്കുകയൊക്കെയാണ് ചെയ്യണത്. അപ്പം ഞാൻ ഇവിടെ വന്നത് സ്വന്തം ഇപ്പോൾ ഇവരാദ്യം കൊണ്ടുവന്നു, അതിന് നമുക്ക് നല്ല നന്ദിയുണ്ട്. അതിന് നമ്മളെപ്പോഴും താങ്ക്ഫുള്ളുമാണ്. ഇവരുടെ അടുത്ത് എപ്പം കാണുമ്പോഴും ഞാൻ സാറെന്നല്ലാതെ ഒന്നും വിളിച്ചിട്ടില്ല. നമ്മൾ അത്രയും ഇവർ റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ വന്ന് ഇവിടെ ഈ യൂണിവേഴ്സിറ്റി ചെയ്തത്, ഈ അനന്തരാജ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി ചെയ്തത് വൻ തണ്ടിത്തനമായിരുന്നു. അപ്പം ഈ അനന്തരാജ് ഇവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഹോസ്പിറ്റലൊന്നും മര്യാദയ്ക്ക് പോവുകയൊന്നും ചെയ്യുന്നില്ല. അപ്പം ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം എന്നല്ലാതെ ഇവർ വേറൊന്നും നോക്കുന്നുമില്ല. അപ്പം നമ്മൾ ഈ കിടന്ന് ഇനി നാട്ടിൽ നിന്ന് ഒരുപാട് പിള്ളേർ വരാറുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി യൂണിവേഴ്സിറ്റി മാക്സിമം ഫോഴ്സും ചെയ്യുന്നുണ്ട്. മാക്സിമം ഇവരുടെ ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യാൻ ഈ യൂണിവേഴ്സിറ്റി ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽപ്പ് ചെയ്യുന്നതിന് ഈ പിള്ളേരോ ഇല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി ഒന്നും എനിക്ക് പൈസ തരുന്നില്ല. കാര്യം നമുക്ക് അത്രയും വർക്ക് ലോഡുണ്ട്. പക്ഷേ അതിന് കിട്ടുന്ന പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയാണ്. 1500 രൂപ ഒന്നുമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം ഇവിടുത്തെ പിള്ളേരുടെ ഡോക്യുമെൻറ്റ്സ് പ്രോസസ്സ് ചെയ്യണ മാത്രമല്ല, ഇവിടെ ഓഫീസ് വർക്ക്സും വേറെയും കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ AECക്ക് പൈസ വാങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. കാര്യം അവർ ചാരിറ്റി വർക്കല്ല ചെയ്യുന്നത്, അവർ ബിസിനസ്സാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് പിള്ളേരുടെ നിന്നോ പിള്ളേരുടെ പാരൻസിൻ്റെ നിന്നോ പൈസ വാങ്ങാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഇന്നലെ അവിടെ ഓഫീസിൽ വന്നിട്ട് എനിക്കെതിരെ ഇത്രയും സംഭവം പറഞ്ഞത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മാർച്ച് 16-ാം തീയതി അന്ന് ദീപക് സാറ് ഓഫീസിൽ വന്ന് ഞാൻ ചെറിഞ്ഞിട്ട് പോയ സമയത്ത് എനിക്കറിയാം ഈ ദീപക് സാറും ഈ അനന്തുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കുത്തിത്തിരിപ്പ്. കാര്യം അങ്ങേര് ഇല്ലാത്ത കാര്യം AECയിൽ ഉണ്ടാക്കി പറയും. അപ്പം അങ്ങേര് ഇവിടെ കുത്തിരിപ്പ് ഉണ്ടാക്കുന്ന കാര്യം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു ലൈഫ് ത്രെറ്റിൻ്റെ മെസ്സേജ് അന്ന് യൂണിവേഴ്സിറ്റിയിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം ഞാൻ പിള്ളേരുടെ വായിന്ന് കേട്ടതാണ്, എനിക്കത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പിള്ളേരുടെ വായിന്ന് കേട്ടതാണ്, ഞാൻ നാട്ടിൽ വരുമ്പോൾ ഇവരെന്നെ വെച്ചേക്കില്ല എന്ന രീതിയിൽ ഞാൻ കേട്ടു. അപ്പം ഈ വീഡിയോ അങ്ങനത്തെ ഒരു ഇതായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത്. കാര്യം ഞാൻ അങ്ങനെ പൊതുവെ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യുന്നതല്ല. ഇതിപ്പം ചെയ്തതിൻ്റെ റീസൺ എനിക്ക് AEC എന്ന് പറഞ്ഞ ഏഷ്യൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി റൺ ബൈ ഡോക്ടർ നിയാസ് മുഹമ്മദ്, ഡോക്ടർ ദീപക് നായർ ആൻഡ് ഡോക്ടർ അനന്തു. ഡോക്ടർ എന്നാണ് പറയുന്നത്, പക്ഷേ ക്ലാസ്സിൻ്റെ ഇതൊന്നും കണ്ടിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ 2013 ബാച്ച് ഈ ക്ലാസ്സിലൊന്നും പോകാതെ ഡിമോട്ടായി എൻ്റെ ബാച്ച് ഇരുന്നിട്ടാണ് പാസ്സായത്. അപ്പം ഓക്കെ ഡോക്ടർ അനന്തു. അപ്പം ഇത്രയും പേര് എനിക്കെതിരെ ലൈഫ് ത്രെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് ലൈഫ് ത്രെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റെ ജീവിതത്തെയും എൻ്റെ കരിയറിനെയും എല്ലാം ഇവർ ത്രെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്താവും എന്നെനിക്കറിയില്ല. പക്ഷേ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കാണ് എന്ന് പറയാനാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പിന്നെ നാട്ടിലുള്ള പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള, ഇപ്പോൾ സൈന ത്രീ ഗോർജസ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പിള്ളേരുടെ പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇവിടെ യൂണിവേഴ്സിറ്റി ഇപ്പം സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഡെയിലി യൂണിവേഴ്സിറ്റി ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക പിള്ളേർക്കും സെപ്റ്റംബറിന് മുന്നേ ഇങ്ങോട്ട് വരാൻ പറ്റും. ഏകദേശം നാട്ടിൽ ഇരിക്കുന്ന എല്ലാവർക്കും സെപ്റ്റംബർ എൻഡിന് മുന്നേ ഇങ്ങോട്ട് വരാൻ പറ്റുമെന്നാണ് യൂണിവേഴ്സിറ്റി ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം എനിക്കറിയാമെന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്തത്. അപ്പം ഇത് ആരെയും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, പക്ഷേ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി, എൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. കാര്യം ഇന്നലെ ഇങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതും. അതുപോലെ തന്നെ എനിക്കൊരു ലൈഫ് ത്രെട്ട് ഉള്ളതുകൊണ്ടും എൻ്റെ കരിയറിന് ത്രെട്ട് ഉള്ളതുകൊണ്ടുമാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്നും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മുകളിൽ ഒരാളുണ്ട്, ദൈവത്തിന് അറിയാം. അപ്പം ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നോക്കട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം ഇവരെ പോലെ ഞാൻ ഈ പൈസ വാങ്ങിച്ചിട്ടോ ഈ പിടിച്ച് പറിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ ഒന്നും ചെയ്യുന്നത്. ഞാൻ നേർവഴിക്കാണ് എല്ലാം ചെയ്യുന്നതെല്ലാം. കാര്യം എൻ്റെ വീട്ടുകാരെന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പം ബാക്കിയുള്ളത് എന്താ നമുക്ക് കാണാം. താങ്ക് യു.